മറവത്തൂർ കനവില് പിന്നിൽ ഒരു കഥയുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രീനിവാസൻ സാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥ. അതെന്നായിരുന്നു സംഭവം? അല്ല, ആ സിനിമയ്ക്ക് കഥ ഉണ്ടാക്കാൻ വേണ്ടി നടന്നതൊരു കഥയാണ്. എനിക്കൊരു വേണ്ടിയിട്ട് സിനിമ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പുള്ളി സമ്മതിച്ചു. പിന്നെ കഥയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ സമയത്തൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കും. അപ്പോൾ ആ ലൊക്കേഷനുകളിലൊക്കെ പോയിട്ട് ഞാൻ റൂം എടുത്ത് താമസിക്കും. എന്നിട്ട് പുള്ളി ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് ഡിസ്കഷൻ. ശ്രീനേട്ടൻ്റെ തിരക്കഥയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര പ്രിസിഷനാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ഇല്ല. ഫസ്റ്റ് ഹാഫിൻ്റെ 1 ലൈനും സെക്കൻഡ് ഹാഫിൻ്റെ കഥയും മാത്രം വെച്ചിട്ടാണ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പം ആദ്യത്തെ ദിവസം സെക്കൻഡ് ഹാഫിൽ അവസാനത്തിൽ വരുന്ന ഒരു സീനാണ് ആദ്യം ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് പറയാൻ ധൈര്യമില്ല, കാരണം ഫസ്റ്റ് ഹാഫിനെ 1 ലൈനുള്ളൂ, സീൻ ഓർഡർ ഉള്ളൂ. സെക്കൻഡ് ഹാഫിന് സീൻ ഓർഡർ പോലും ഇല്ല. പക്ഷെ ആ കുഴപ്പമില്ല, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് രാവിലെ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ പുറത്ത് പോയിട്ട് നിൽക്കുമ്പോൾ പുള്ളി 62 എന്ന് സീൻ നമ്പർ എഴുതിയിട്ടൊരു സീൻ തരികയാണ്. അപ്പോൾ അത് സെക്കൻഡ് ഹാഫിൽ 1 ലൈൻ പോലും ഇല്ലാത്തൊരു സിനിമയുടെ 62ാമത്തെ സീനാണ് എഴുതി തരുന്നത്. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്, അത് ഇപ്പോഴും ആ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഈ ശ്രീനി സാർ ഈ കഥ എഴുതി തന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പ്രൊഡ്യൂസേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കാരൻ എഴുതുന്ന കഥകൾ അങ്ങനെ പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കത്തില്ല. പക്ഷെ ഇതിൽ ഡയറക്ടർ ആരാണ് എന്ന്, അതായത് ലാൽ ജോസ് എന്നുള്ള ഒരു പേര് കേട്ടപ്പോഴാണ് അതിന്റെ പിന്നിലുള്ള ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ ഓണായത്. ഡോക്ടറാണെന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അലക്സാണ്ടർ മാത്യു പോയപ്പള്ളിയും ഡോക്ടർ ബ്രൈറ്റ് രണ്ടുപേരാണ്. അപ്പോൾ അവരാണ് എന്നോട് അവരുടെ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒഴിവാവാൻ വേണ്ടിയിട്ട്, കാരണം ആ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ആയി, അസിസ്റ്റന്റ് ഡയറക്ടറുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കുറച്ച് മാറ്റം വന്നു. അസോസിയേറ്റ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടി തുടങ്ങി. ഒരു പടം ചെയ്ത് അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമയും ചെയ്യാൻ പറ്റില്ല, അസോസിയേറ്റ് ആയിട്ട് ആരും വിളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ശ്രീനിവാസനോ ലോഹിതദാസോ സ്ക്രിപ്റ്റ് തരുവാണെങ്കിൽ ആലോചിക്കാം. ഞാനില്ലെന്ന്, കാരണം ഇവർ രണ്ടുപേരും കിട്ടില്ല എന്ന് എനിക്ക് അത്ര ഉറപ്പ്. അന്നത്തെ മെയിൻ ഡയറക്ടേഴ്സ് മുഴുവൻ അവരുടെ തിരക്കഥയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സിനിമയിൽ ശ്രീനേട്ടൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലക്സും ബ്രൈറ്റും വൈകുന്നേരത്തെ അവരുടെ കൂടലിനിടയിൽ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത പടത്തിന് സ്ക്രിപ്റ്റ് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് തീരുമാനിക്കുന്നത് ഡയറക്ടർ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഈ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസിനെയാണ് ഞങ്ങൾ അടുത്ത പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, അവനാണെങ്കിൽ ഞാൻ എഴുതാം. അന്നത്തെ ശ്രീനേട്ടൻ്റെ ആ ഒരു വാക്കാണ് ഞാനൊരു ഡയറക്ടർ ആവാൻ കാരണം.